പറഞ്ഞു പഠിപ്പിക്കണം. മക്കളെ, നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകരുത്. നിങ്ങളെപ്പോഴും ഒരേ മനസ്സായിരിക്കണം. നിങ്ങൾ ഒരേ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളർന്നവരാണ്. നിങ്ങൾ സഹോദരീ സഹോദരങ്ങളാണ്. പണത്തിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലരുത്. എൻ്റെ കാലശേഷം എൻ്റെ സ്വത്തിൻ്റെ പേരിൽ നിങ്ങൾ കോടതികളെ കയറിയിറങ്ങി വക്കീൽമാർക്ക് ഫീസ് കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സിംഹഭാഗം നിങ്ങൾ കോടതി വരാന്തകളിൽ നിങ്ങൾ നശിപ്പിക്കരുത്. അങ്ങനെയുള്ള ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. ബാപ്പയുടെ മരണം കഴിഞ്ഞാൽ പിന്നെ ജ്യേഷ്ഠാനുജന്മാരും അനിയത്തിമാരും ജ്യേഷ്ഠത്തിമാരുമൊക്കെ തമ്മിൽ പോരാണ്, തമ്മിൽ തല്ലാണ് പല കുടുംബങ്ങളിലും. എന്തേ? സ്വത്ത് തർക്കമാണ്. എന്തേ ഇതിനൊക്കെ കാരണം? ഒരു വിട്ടുവീഴ്ചക്കും അതുപോലെ തന്നെ ഒരു നിലക്കുള്ള സ്നേഹത്തിനും ചോരബന്ധത്തിന്റെയും രക്തബന്ധത്തിന്റെയും മഹിമയും പ്രാധാന്യവും മുത്ത മുസ്തഫ പഠിപ്പിച്ച ആ ഒരു യഥാർത്ഥത്തിലുള്ള പാഠങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. ഒക്കെ സ്വാർത്ഥത മാത്രമാണ് അവർ പഠിച്ചിട്ടുള്ളതെങ്കിൽ രക്ഷിതാക്കളെ, നമ്മളതിന് ഉത്തരവാദികളായി മാറുന്ന ഒരു ദുരന്തമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സ്വാർത്ഥത വെടിയാനും ആ നിലക്കുള്ള ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ കുടുംബ മേഖലയിൽ ഉണ്ടായിത്തീരുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്.